അപ്പോൾ പോലീസ് സ്റ്റേഷനുണ്ട്, ചെണ്ടുമല്ലിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആലോചിക്കേണ്ടി വന്നാൽ ഒരു മനോഹരമായ ബന്ധം തന്നെ പറയേണ്ടി വരും. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ചെണ്ടുമല്ലിയും പൂവൊന്നും അല്ല ഓർമ്മ വരുന്നല്ലേ, ചെമ്പരത്തി പൂവെന്ന് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത്. കോഴിക്കോട് ചെങ്ങമനാട്ടേക്ക് പോയാൽ നമുക്ക് ആ കാഴ്ച കാണാം. ഈ പോലീസ് സ്റ്റേഷനും ചെണ്ടുമല്ലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാം. പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ തലനിവർത്തി കാറ്റിലാടി അവ നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. കർഷകരെല്ലാം കാക്കിയിട്ടവരാണ് എന്നതാണ് കാഴ്ചയെ വ്യത്യസ്തമാക്കുന്നത്. ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ വളപ്പാണ് കാണുന്നവർക്ക് കൗതുകവും അതിശയവും പകരുന്നത്. ഓണത്തിന് നിറമുള്ളതാക്കാനാണ് ഈ പൂക്കളൊക്കെയും. അത്തം നാളിലാണ് വിളവെടുപ്പ്. സിറ്റിയിലെ പോലീസ് സ്റ്റേഷനെല്ലാം അത്യാവശ്യം തിരക്കുള്ളതാണ്. കാട് കയറി കിടന്നൊരു സ്ഥലമാണ്. മൊത്തം കൊതുകും മറ്റ് ഇഴജന്തുക്കളുമായിട്ട് നമുക്ക് ശല്യം ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തിച്ചപ്പോഴാണ് നമുക്ക് കൃഷിയിലേക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ടൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പൂക്കൃഷി നടത്താമെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും പൂക്കൾ നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു ഇതാണ് പൂക്കൾ. സ്റ്റേഷൻ വളപ്പിലെ കാടുമൂടി കിടന്ന സ്ഥലം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ചിന്തയാണ് പൂക്കളിലേക്ക് എത്തിച്ചത്. എല്ലാവരും നിറഞ്ഞ മനസ്സോടെയാണ് ഇതിനായി ഒത്തുചേർന്നത്. പൂക്കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളെ ഏട്ടന്മാരൊക്കെ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട് വെള്ളനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ നേന്ത്രവാഴ കൃഷിയും ഈ പൂക്കൃഷിയൊക്കെ അവിടെ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽക്കേ ഞാനും ഇവനൊക്കെ ഈ കൃഷിയും കാര്യങ്ങളായിട്ട് നടക്കുന്നതാണ്. വീട്ടിൽ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഈ കൃഷികളിൽ അത്രയും ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ അപ്പോൾ ഇവിടെ സാറോട് സംസാരിച്ചപ്പോൾ അങ്ങനെ കാട് മൂടി കിടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ സാറോട് പറയുമ്പോൾ സാറ് ഞങ്ങൾ കട്ട സപ്പോർട്ട് തന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ സ്ട്രെസ്സല്ലേ, നമ്മുടെ ജോലി അങ്ങനെയല്ലേ, ആ സ്ട്രെസ്സുള്ള ജോലീൻ്റെ ഇടയ്ക്ക് നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറേ മനസ്സിന് ആനന്ദം കിട്ടും. 2.5 മാസം മുമ്പായിരുന്നു വിത്തിട്ടത്. നട്ടതും നനച്ചതുമെല്ലാം പോലീസുകാർ തന്നെ. ഒഴിവു സമയങ്ങളിൽ മാത്രമല്ല, തിരക്കുകൾക്കിടയിലും പൂക്കൾക്കായി ഇവർ സമയം കണ്ടെത്തിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പൂക്കൃഷി 100 മേനി സമ്മാനിച്ചതിനാൽ കൃഷി വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ എല്ലാവരും. തിരക്കുകൾക്കിടയിൽ ഇത്തിരി നേരം നട്ടും നനയിച്ചും കാക്കിയിട്ടവർ തീർത്ത ഈ പൂക്കളുടെ വിളവെടുപ്പ് ഇന്നാണ്. ക്യാമറമാൻ അമലിനോടൊപ്പം ദിസ്ന സുരീഷ്, ജനം, കോഴിക്കോട്.